Okay. So last class, നമ്മൾ ഡീറ്റെയിൽഡ് കോംപ്ലക്സിന്റെ ബേസിക് ഇക്വേഷൻ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ജസ്റ്റ് ഒന്ന് റീക്യാപ്പിലൂടെ നമുക്ക് പോവാം. സോ യു ക്യാൻ റെപ്രസെന്റ് ദിസ് ഇക്വേഷൻ കോംപ്ലക്സ് ഇക്വേഷൻ ആസ് P is equal to mu W RF W N. Okay, ശ്രദ്ധിക്കേണ്ട കാര്യം, it is a normal load. Okay, mu W N RF ആണ്, where W N is actually W cosec alpha. Okay, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ബൈ സൈൻ ആൽഫ എന്നുള്ള പലതും സൈൻ ആൽഫ എന്നുള്ള നൊട്ടേഷൻ ആയിരിക്കും പലപ്പോഴും യൂസ് ചെയ്യുന്നത്. ബൈ സൈൻ ആൽഫ വരും. റൈറ്റ്. സിമിലർലി ഫോളോഡ് ബൈ ആർ. പക്ഷെ ഓർത്തിരിക്കാൻ എളുപ്പം ഇതാണ്, കൊസീക് ആൽഫ ആകുമ്പോഴാണ് നമുക്ക് ഡബ്ല്യു കൊസീക് ആൽഫ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓർത്തിരിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. നോ, so the next one is the RF. RF value depends upon the type. Like uniform pressure ആണെങ്കിൽ ഇതാണ് the RF value. Uniform wear ആണെങ്കിൽ ഇതാണ് the RF value. Again, your pressure on the axial load equation is this one. P is equal to W divided by R1 square minus R2 square, or your W is equal to Pn into by R1 square minus R2 square. But for the uniform wear condition, your pressure into radius is the constant. Now, if nothing is specified in the question, go with uniform wear condition. Okay, so uniform wear condition ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ക്ലച്ചിന്റെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ നമ്മൾ പിന്നെ ഡിസൈൻ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അത് ആഫ്റ്റർ ഒരു പീരീഡ് ഓഫ് റൺ കഴിഞ്ഞതിന് ശേഷം അത് സർവൈവ് ചെയ്തതിനെ കുറിച്ചാണ് നോക്കുക. അപ്പോൾ basically go with the uniform wear condition. Okay, and again from numericals point of view, നമുക്ക് ഇതിൽ രണ്ട് തരത്തിലുള്ള ന്യൂമറിക്കൽസ് ആണ് ചോദിക്കുക. ഓക്കെ, ഒന്ന് ഡിസൈൻ കോൺ ക്ലച്ച് എന്നുള്ള രീതിയിൽ, ഡിസൈൻ കോൺ ക്ലച്ച്. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് സം സ്പെസിഫിക് തിങ്സ് ഇൻ ദിസ് ഫ്രം this basic, നമ്മുടെ basic logic base ചെയ്തിട്ട് you will be asked to find some of the parameters, missing parameters. For example, you may be asked to find out the pressure. Okay, pressure, or you might be asked to find out this one, axial load. See, നമുക്ക് രണ്ടും ചോദിക്കാം. ഒന്നുകിൽ നമ്മളോട് axial load കണ്ടെത്താൻ പറയാം, W. Okay, or second part of the question ചോദിക്കാം, axial load required to engage the clutch. അങ്ങനെയാണെങ്കിൽ you have to use this relationship, Wn into sin alpha plus mu cos alpha എന്നുള്ള relationship യൂസ് ചെയ്യും. Okay, ഇനി ഡിസൈൻ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ there is a standard procedure to design a cone clutch. We'll see what is the standard procedure, and then we will solve a problem based on the standard design procedure. Okay, so we'll go with that. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാവരും നോട്ട് ചെയ്യുക, കറക്റ്റ് സ്റ്റെപ്സ് ഒക്കെ നോട്ട് ചെയ്യുക, പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. കാരണം ഇത് മഹാദേവൻ ഡാറ്റ ബുക്ക് ബേസ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നമ്മുടെ പി എസ് സി ഡാറ്റ ബുക്കിന് ഡീറ്റെയിൽ ആയിട്ട് സാധനമില്ല. ഓക്കെ, സോ റൈറ്റ് ഡൗൺ ഡിസൈൻ ഓഫ് cone clutch. Okay, we'll start this process step by step manner. Okay, so note down the first step. Okay, the step by step approach. The first step is to determine the torque to be transmitted. Okay, so determine the torque to be transmitted. Okay, so രണ്ട് തരത്തിൽ ചെയ്യാം. So torque നമുക്കറിയാം, നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ P into 60 divided by 2 pi n, അല്ലെ, or P is equal to 2 pi n T by 60. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ you can find the torque. Okay, ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് അതിനെ എന്ത് യൂണിറ്റിലാണോ വേണ്ടത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ്. ഓക്കെ, now there is a standard equation if your P is given in kilowatt and n is rpm. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ എടുക്കാം. ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ, ഇത് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. So that equation is T is equal to 9.55 into 10 to the power 6 P divided by n, where P is in kilowatt. Okay, kilowatt തന്നിട്ടുണ്ടെങ്കിൽ n rpm ആണെങ്കിൽ you can use this equation to find the torque value. Okay, which you will get in okay, directly substitute ചെയ്താൽ you will get the torque value. Okay, now ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. You will get this equation from page number 50 of Mahadevan data book. Mahadevan data book, page number 50. Okay, I'll show you the page
highlight ചെയ്യാനുള്ള കണ്ടിട്ട് പോവാം. Page number 50. Okay, so this is your page number 50. ഇത് നോക്കിയാല് you can see this equation over here. കണ്ടോ ഇവിടെ കാണാം t is equal to 9 point. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇവിടെ in SI കൊണ്ട് ഡയറക്റ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ടോർക്ക് in ന്യൂട്ടൺ മില്ലിമീറ്ററിൽ ഡയറക്റ്റ് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. 3.38 which is t is equal to 9.55 into 10 to the power 6 p divided by n, where n is in rpm, p is in kilowatt. Direct ആ values ആണ് substitute ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ടോർക്ക് ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കും. That's it. So your page number is page number 50. Okay. അങ്ങനെ ചെയ്യുന്നില്ല, നമുക്ക് അറിയാവുന്ന തന്നെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലാസ്റ്റ് നമ്മൾ 2πn/t/60 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും, അതിന് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രൊസീജിയർ അങ്ങനെയാണ്. Now, so the second step, step 2 is to determine the shaft diameter. Determine shaft diameter. Okay. Given the shear stress of the material. Okay, so you can find out the shaft diameter using the standard equation. Torque critical, you can find the shaft diameter using the equations 16t divided by dq. This is pretty standard equation. So you will get, upon solving this, you will get the value for the diameter. Okay. So once you get the diameter, standardize the diameter. Next step is to standardize the diameter d. Okay. Now, standard diameters നമുക്ക് PhD ഡാറ്റാ ബുക്കിലുണ്ട്. ഷാഫ്റ്റിന്റെ പേജ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിൽ ചെയ്തതാണ്. യു ക്യാൻ സ്റ്റാൻഡർഡൈസ് ബേസ്ഡ് ഓൺ PhD ഡാറ്റാ ബുക്ക്. അല്ല കണ്ടിന്യൂ ആണെങ്കിൽ ഒരു page number 57, you will get the standard values. Page number 57 of Mahadevan data book. Okay, right. So that is the second step. Now moving on to third step is to find the mean diameter of the clutch. Okay, mean diameter is clutch ന്റെ ഇവിടെ conical clutch ആണ്. എത്ര നമ്മൾ conical clutch ഉണ്ടാവുക. Mean diameter ആണ് ഇവിടെ ഒരു lower diameter. അതാണ് ഇവിടുത്തെ ഒരു അടുത്തൊരു കാര്യം. നമ്മൾ ഇതുവരെ ഇതിന്റെ മുമ്പത്തെ കേസിലൊക്കെ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തൊക്കെ എല്ലാം റേഡിയസിന്റെ ടേംസിലാണ്. ഓക്കെ, പക്ഷെ മഹാദേവൻ ഡാറ്റാ ബുക്കിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അതിലെല്ലാം ഡയമീറ്ററിന്റെ ടേംസിലാണ്. ഓക്കെ, അപ്പോ സൈൻ ആൽഫ എന്നായിരിക്കും പല സ്ഥലത്തുണ്ടാവും, കോസ് ആൽഫ എന്ന സ്ഥലത്ത് സൈൻ ആൽഫ എന്നായിരിക്കും. പക്ഷെ വേറെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ഡാറ്റാ ബുക്കിൽ എക്സിസ്റ്റിംഗ് ഇക്വേഷൻസ് ആണ്. യു കൻ ഡയറക്ട്ലി ടേക്ക് ദോസ് ഇക്വേഷൻസ്. ഹിയർ ഇവിടെ ഇത് തന്നെ യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ ഫസ്റ്റ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് തൊട്ട് അതേ പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ആകെ കുറെ ഒരു ചെറിയ അഡീഷണൽ ടേം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ ഫൈൻ. So here the third step is to determine the mean diameter of the clutch. Okay, third step, determine the mean diameter of clutch. Okay, so first നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ചു, ഷാഫ്റ്റ് ഡയമീറ്റർ കണ്ടെത്തി, അതിനുശേഷം ക്ലച്ചിന്റെ മീൻ ഡയമീറ്റർ കണ്ടെത്തുന്നതാണ്. ഓക്കെ, so dm value can be taken within the range of 5d to 10d. Okay, ഈ റേഞ്ചിലുള്ള where d small d is the diameter of the shaft. Okay, diameter of the shaft കിട്ടിക്കഴിഞ്ഞാൽ for your mean diameter of the clutch you can take any value which is in between 5d and 10d. Okay, now if nothing is given, question ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ you can take 10d. Okay, if nothing specified, you can take the dm value as 10d. Okay, anything in between, but preferably you can take 10d. Okay, calculation wise that will be fine. Okay, now the fourth is to is the material selection. Okay, so okay, this equation you can find in the page number 260. Okay, you can refer the Mahadevan data book, page number 260. Okay, you will get this relationship. Okay, so I'll show you the equation. Get the equation over here. Page number 260. Right, yes, 260.
Okay, I'll zoom this one. Okay, so you can see here the mean diameter. So you can see the equation 13.10. You can see this one. The mean diameter should be within the range of 5D to 10D. Okay, 5D to 10D. Okay. So page number 260, equation 13.10. Right. Okay. So the next step is the material selection. Is the material selection. Okay. Material selection എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് ചെയ്തത് ഇപ്പോൾ ടോപ്പ് ട്രാൻസ്മിഷൻ ഷാഫ്റ്റ് ഡയമീറ്റർ നടത്തി ഇതിന്റെ മെയിൻ ഡയമീറ്റർ എത്ര വേണമെന്ന് മനസ്സിലാക്കി മെയിൻ ഡയമീറ്റർ എത്ര വേണമെന്ന് മനസ്സിലാക്കി അതിനുശേഷം ഇതിന്റെ മുകളിൽ വെക്കുന്ന മെറ്റീരിയൽ ഫ്രിക്ഷൻ മെറ്റീരിയൽ അത് സെലക്ട് ചെയ്യണം അല്ലേ കാരണം അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അതിന്റെ കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ വാല്യൂ അതേപോലെ അത് ക്യാരി ചെയ്യുന്ന പ്രഷർ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ യുവർ കാൽക്കുലേഷൻ പർപ്പസ് സോ so for material selection there is a proceeding step. Okay, now that is you need to find out the velocity, the axial velocity acting on this one, axial velocity acting on the surface. Okay, and that you can find out the standard equation on pi d mean into n divided by 60. So axial velocity ആണ് വേണ്ടി പണ്ടേ യൂസ് ചെയ്യുന്നത് എന്താണ് pi d n by 60. But dm എന്ന് പറയുന്നത് mean diameter ആണ് and n is the rpm. Okay, upon solving this one you will get the value in meter per second. Okay, then you need to check the values. Okay, you need to check whether the velocity is within the standard range. Okay, find out the velocity, then check the velocity. Okay, check the velocity, and for that, uh, the range is actually within. Velocity should be within 13 to 25 meter per second. The value of velocity. If it is coming within this range, then the design is safe. You can continue with this one. Okay, so you'll get all these details in page number 260. Okay, standard values. This equation 13 to 25 variation range that is also there in page number 260. Okay, next time page number okay. So based on this one, we'll select. Okay, and the next step is to select the material. Okay, so you can assume material as you can assume. Material തന്നിട്ടുണ്ടാവും ചില കേസുകൾ പക്ഷെ ഇപ്പൊ ഒന്നും തന്നിട്ടില്ലെങ്കിൽ if nothing is given you can assume it as leather faced lining. Okay, faced lining or anything as per the data book നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. So if it is leather faced lining അതിന്റെ corresponding value കിട്ടും. Okay, now for this you need to go to page number 83. Okay, go to page number 283 and select the type of material. If nothing is given you can select the leather faced lining. Okay, with cast iron. Okay, I'll show you that equation. So here the velocity range. Okay, so it is given over here. Velocity pi d n by 60 you can check whether it is coming within this range 13 to 25 meter per second. You can check from here. Okay, for the velocity for high speed leather facing coupling. Right now, once you get this one, you can select the material. One second. For that, you need to go to page number 283. Right, so 283. Rotate this one. Okay, so this is your page. Okay. 283. See what friction materials for clutches. Okay, varying surface, opposing surface, and details on the. So based on this one, based on the condition, wet condition, dry condition, based on this one, you can select the coefficient of friction mu value. Okay, other material select here. Leather material. So you can see over here leather. Okay, leather, cast iron or steel. Other case coefficient of friction for wet condition you can take the value as 0.1 within the range 0.12 to 0.15. Okay, range value or the select here. Okay, so the maximum temperature, maximum pressure values ഇവിടെ തന്നെ കിട്ടും. ഇത് നമുക്ക് ആവശ്യമുള്ള രണ്ട് values എന്ന് വെച്ചാൽ ഒന്ന് coefficient of friction mu ആണ് രണ്ടാമത് pressure value ആണ് that you can take within this range once your material is selected. Okay.
Right. So those are the two input values that you will be getting from this area. That is after selecting the material. Selecting the material. Okay. So your uh, you will get the value for coefficient of friction, mu and pressure value. Okay, these are the two input values. Okay. Now the next thing under this step is to take the uh, see, as we have seen. See, you need to find out the semi-cone angle. Okay. So normally in some cases your question will contain the semi-cone angle. If nothing is given, semi-cone angle. So if nothing is specified in the question, you can take as 12.5 degree. Okay, this is the standard value. Okay, you can assume the value as alpha as 12.5 degree. Okay, ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ സെമികോൺ ആംഗിളിന് വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പറയാം, നമ്മുടെ ഈ ടോർക്ക് ട്രാൻസ്മിഷൻ ഇക്വേഷനിൽ W ഇതിപ്പോ ഇങ്ങനെയാണ് വരിക, T is equal to mu W N RF ആണ്, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് mu W by sin alpha into RF ആണ് അല്ലെ. സോ ഇവിടുത്തെ ആൽഫ വാല്യൂ, സൈൻ ആൽഫന്റെ ആൽഫ വാല്യൂ കൂടുന്നതിനനുസരിച്ച്, ഓക്കെ, നമുക്കറിയാം സൈൻ 0 is 0, പിന്നെ ആസ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് സൈൻ 90 ആകുന്ന സമയത്ത് 1 ആവും അല്ലെ. എന്ന് വെച്ചാൽ ആൽഫ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സൈൻ ആൽഫ വാല്യൂ ഇൻക്രീസ് ചെയ്യും. Right. So sin alpha value increase, your total torque transmission value decreases. Right. Okay. അപ്പൊ എന്ത് വേണം നമുക്ക്? നമ്മുടെ ആവശ്യം എന്താ? നമുക്ക് ഇവിടെ ആവശ്യം എന്ന് വെച്ചാൽ ടോർക്ക് ട്രാൻസ്മിഷൻ മാക്സിമം ആയിരിക്കണം അല്ലെ. ടോർക്ക് ട്രാൻസ്മിഷൻ മാക്സിമം ആവണമെങ്കിൽ എന്തായിരിക്കണം? സൈൻ ആൽഫ വാല്യൂ മിനിമം ആയിരിക്കണം. എന്ന് വെച്ചാൽ ആൽഫ വാല്യൂ മിനിമം ആയിരിക്കണം. റൈറ്റ്. ആൽഫ വാല്യൂ എന്ന് വെച്ചാൽ ഞാനിവിടെ കൊടുക്കുന്ന ആൽഫ വാല്യൂ ഇവിടുത്തെ സെമികോൺ ആംഗിൾ വാല്യൂ ഞാൻ കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന ടോർക്ക് ട്രാൻസ്മിഷൻ വിൽ ഇൻക്രീസ്. ഓക്കെ, ആൽഫ കുറയുന്നതിനനുസരിച്ചിട്ട് ടോർക്ക് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇൻക്ലൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഗെറ്റ് ബെറ്റർ ടോർക്ക് ട്രാൻസ്മിഷൻ. വീണ്ടും ഞാൻ കുറച്ചുകൂടെ ഇൻക്ലൈൻഡ് ആക്കി കഴിഞ്ഞാൽ ഐ ഗെറ്റ് ബെറ്റർ ടോർക്ക് ട്രാൻസ്മിഷൻ. ഓക്കെ, പക്ഷെ ഇറ്റ് കനോട്ട് ബി ഡിക്രീസ്ഡ് ബിയോണ്ട് എ പെർട്ടിക്കുലർ ലെവൽ. കാരണം അതിലും കൂടുതൽ നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അതിൽ ലോക്ക്ഡ് ആയി പോകും. ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസെൻഗേജ് ദാറ്റ്. Okay, but there is a minimum angle, and that minimum angle or the optimum angle is this one, which is 12.5 degree. Okay, right. Now, so after finding this one semicone angle, the next step is to find the phase width. Phase width B. Okay. Now, to find this phase width, you need to take this equation P in kilowatt is equal to pi square dm square B into pressure into mu into N divided by 10 to the power 6 into KL. Okay, so this equation you will get it from page number 260. Okay, page number 260. Okay, so you can refer the page. And here the dm or the mean diameter value നമുക്ക് already കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ is nothing but average of d1 plus d2 by 2. And KL is the load factor. എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കുക. If not given, you can take the value as 1. Okay, you can assume the value as 1. Okay, so this equation power in kilowatt നമുക്കറിയാം. This equation is used to find the value for B. Okay, so after solving this one, you will get the value for B. Okay, so once you get the value for B, the next step is to check whether the phase width is satisfying, is permissible or not. Okay, phase width okay ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ there is a standard condition, that is your phase width dm mean diameter by phase width ratio should be within 4.5 to 8. ഈ റേഞ്ചിന്റെ അകത്ത് വരികയാണെങ്കിൽ then phase width is safe. And you can continue with the discussion. If not, you need to change the values. Okay, again this also you can get it from page number 260. Okay, clear ആണോ? നിങ്ങൾക്ക് ഇതുവരെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ?
ഈ പറഞ്ഞത് വരെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? സ്പീഡ് ആവുന്നുണ്ടോ? ഹലോ, ഇല്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ സാർ? ആർക്കും കുഴപ്പമില്ലല്ലോ? അതേഴ്സ്, അതേഴ്സ്, വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാരും ഇല്ലേ ഇവിടെ? ഓക്കെ, ബാക്കിയുള്ളവര് വൃത്തി പോയോ? അവിടെ ഞാൻ ഒരു കാര്യം കൂടെ വളരെ സ്പെസിഫിക് ആയിട്ട് വീണ്ടും പറയാം. സംഗതി ഡിസൈൻ ടു സിമ്പിൾ ഒക്കെയാണ്, പക്ഷെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സ്റ്റെപ്സും കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, എവിടെയാണ് റഫറേണ്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സമയത്ത് വെറുതെ അട്ടം നോക്കിയിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പേജ് നമ്പർ അറിയണം, റഫർ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയണം, എന്തൊക്കെ വാല്യൂസ് എടുക്കണം, എന്തൊക്കെ അസ്യൂം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അറിയണം. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോക്കണേ. പേജ് റൈറ്റ് സൈഡിൽ പേജ് നമ്പർ ഞാൻ എഴുതുന്നത് വെറുതെ അല്ല, ആ പേജ് നമ്പർ അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എനിക്കല്ല കുഴപ്പം, നിങ്ങൾക്ക് പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല ഇത് എവിടുന്ന് വന്നു, ഞാൻ അസ്യൂം ചെയ്തതാണോ അല്ല എങ്ങനെയാണ് അസ്യൂം ചെയ്തത്. ഈ അസംഷൻ വരെ നമുക്ക് തോന്നിയ പോലെ എടുക്കാൻ കഴിയില്ല. ഇപ്പൊ മണ്ണ് എടുക്കുന്ന സ്ഥലത്ത് മണ്ണ് തന്നെ എടുക്കണം. ഓക്കെ, തോന്നിയ ഒരു വാല്യൂ എടുത്തിട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു വണ്ണിന് പകരം 2 ആയി കഴിഞ്ഞാൽ എൻറ്റയർ വാല്യൂ മാറി, സേഫ് ആവില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും സൊല്യൂഷൻ. ഓക്കെ, സോ ഇതിന്റെ കേസിൽ തമാശകളെ ആക്കരുത്. ഈ അറ്റംപ്റ്റ് ചെയ്യും, ബാക്കിയെല്ലാം ചെയ്തതുപോലെ ഇത്തവണ യൂണിവേഴ്സിറ്റി എക്സാം 75% എന്ന രീതിയിലൊന്നും ആവണമെന്നില്ല. ചിലപ്പോൾ കൊള്ളാം. അങ്ങനെ ആയാലാണ് ഏറ്റവും റിസ്ക്. കാരണം ഇത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരിക്കും. കാരണം ഒരു പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് 2-3 ഷീറ്റ് പേപ്പർ ചെയ്യാനുണ്ടാവും. ഓക്കെ, ആ കാര്യം ഓർമ്മയിൽ വെക്കുക. ഇപ്പം പിന്നെ അടുത്ത മൊഡ്യൂൾ ഇപ്പം ഗിയർ ഡിസൈൻ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്, ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. സോ ഇപ്പൊ പിന്നെ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ ഒരു പ്രോബ്ലം വെച്ചിരുന്നത് തീർന്നു. ഓക്കെ, സോ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. അതാണ് ഞാൻ സ്ട്രെസ്സിങ് കൊണ്ടിട്ട് ഫുൾ മാർക്ക് തന്നെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 90 എബോ വാങ്ങാൻ പറ്റാവുന്ന സാധനമാണ്. ഓക്കെ, മറക്കരുത്. ഓക്കെ, ഫൈൻ, റൈറ്റ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഇത്രയാണ്, ഇതാണ് ഇതിന്റെ മേജർ സ്റ്റെപ്സ്. കഴിഞ്ഞില്ല, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമ്മളിവിടെ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി. ഒരു ക്ലച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളായി പറയാം. നമ്മൾ ഏതൊക്കെ മീൻ ഡയമീറ്റർ കണ്ടെത്തി, അതേപോലെ കോൺ ആംഗിൾ കണ്ടെത്തി, ഫേസ് വിഡ്ത്ത്, ഈ ഫേസ് വിഡ്ത്ത് ബി കണ്ടെത്തി ചെക്ക് ചെയ്ത് സാറ്റിസ്ഫാക്ടറി ആണെന്ന് മനസ്സിലായി. ഇനി എന്തൊക്കെ വേണം? ഇനി എനിക്ക് ഇതിന്റെ ഈ ഡയമീറ്റർ അറിയണം, ഈ എക്സ്റ്റീരിയർ പാർട്ടിന്റെ ഡയമീറ്റർ അറിയണം. റൈറ്റ്. അതുപോലെ തന്നെ പിന്നെ ഇത് എത്രത്തോളം ആക്സിയൽ ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കണം എന്ന് പറയണം. പിന്നെ അതുപോലത്തെ ഫോഴ്സ് റിലേറ്റഡ് കാര്യങ്ങൾ, അത് എത്ര ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. ഓക്കെ, മൂവ് ഓൺ ടു ദോസ് സ്റ്റെപ്സ്. ഓക്കെ, right. So base width is same. So the next step, the sixth one, is to find the clutch diameters. Okay, clutch diameters. Now for that, okay, direct ആണ് inner diameter എന്ന് പറഞ്ഞാൽ inner diameter is nothing but dm minus b sin alpha. Okay, dm minus b sin alpha എടുത്തു കഴിഞ്ഞാൽ you will get the inner diameter. Outer diameter dm plus b sin alpha. Okay, plus b sin alpha there you will get the value for outer diameter. ഇതൊക്കെ ഡയഗ്രാമിൽ ഉള്ളത് തന്നെയാണ്. So for that, കഴിഞ്ഞ കേസിലെ കാണിക്കണ്ടല്ലേ, പേജ് നമ്പർ 260 വരികയാണെങ്കിൽ സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോടൊന്ന് കാണിച്ചാണ്. Page number 260. Your power transmission equation you can see over here, right? Power transmitted is P is equal to this one. ഇതാണ് അതിന്റെ equation. Okay. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കുക. ഫേസ് വിഡ്ത്ത് വാല്യൂ ഇവിടുന്ന് കിട്ടും. റൈറ്റ്. ഫേസ് വിഡ്ത്ത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, റേഷ്യോ കാണാം. ഇവിടെ കാണാം dm by v വാല്യൂ റേഷ്യോ കണ്ടെത്തുക. ആൻഡ് അതിന്റെ റേഞ്ച് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. It should be within 4.5 to 8. If it is within that range, your phase width B is safe. Okay.
ഇത്രയാണ് ഇതിന് കിട്ടുന്ന വാല്യൂസ്. ഓക്കെ. Now the next step is to find the axial force. Okay. Axial force FA, axial force. So axial force equation, the page number is 259. Okay. So next step, after determining the diameters, the next step is to find the axial force. Your FA, see, this is your equation. Page number 259. Page number 259. Okay. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ പേജിൽ തന്നെ ടോർക്ക് കണ്ട ഇക്വേഷൻ ഉണ്ട്, mu FA dm divided by 2 sin alpha. Okay. So ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ you can find the torque transmitted, and then you can find the normal force. Okay, using this relation. Okay, FA is equal to Fn sin alpha. FA ഇവിടുന്ന് ഓൾറെഡി കിട്ടും. Fn is equal to FA divided by sin alpha ചെയ്ത് കഴിഞ്ഞാൽ you will get the value for Fn. Okay. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. Okay, so moving on to your last steps, which is your seventh step is to determine the axial force. Axial force required to transmit the torque, that is your FA, so is equal to pi dm b into p into sin alpha. So you'll refer the page number 259 of Mahadevan data book. Okay, so if you have the equation, dm value, mean diameter, phase width, pressure value, alpha value, assume. Okay, so you can find the axial force. Okay, so once you get the axial force, the next step is to find the torque transmitted. Torque transmitted, and the value for T is mu FA into dm divided by 2 sin alpha. Okay, see, the actually our current equation തന്നെയാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ FA by sin alpha എന്ന് പറയുന്നത് എന്താണ്? ഇത് FA cosec alpha എന്ന് പറയുന്ന ഈക്വലന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാല് mu FA cosec alpha എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, into dm by 2 എന്ന് പറഞ്ഞാൽ എന്താ? R mean, radius mean ആണ്. mu w RF തന്നെയാണ് ഈ ഇക്വേഷനും. ഇത് in terms of diameter represent ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. Okay, so this equation, ഈ ഒരു ഇക്വേഷൻ അതേ പേജ് നമ്പർ തന്നെ ഉണ്ട്. So you can refer that equation and find the torque transfer. Okay, so once you get this one, the next step is to find the normal load or the normal force. Okay, so this is the equation. Fn is equal to FA by sin alpha. All these equation you will get it from page number 259. Okay. Now, after completing this, there are two more steps. That is, the next step is to find the tangential or frictional force, or frictional force. Ft is equal to mu Fn. Okay, mu Fn. Pretty standard equation. Mu R എന്ന് പറയുന്ന equation ആണ്. Data book തന്നെ ഉണ്ട്. Page number 59 page of the. Again, the last step is to find the axial force to engage the clutch. Axial force to engage the clutch, that is Fa dash is equal to Fn into sin alpha plus mu cos alpha. We already kandadana your force required to engage the clutch. Okay, so this equation into page number 260 refer ചെയ്താൽ മതി, you will get the equation. So that's it. Design procedure for a cold clutch. Okay, so for design procedure I can design a cold clutch എന്ന് പറഞ്ഞ് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ഏതെങ്കിലും option ഇതിന് applicable ആണ്. Okay, so that's it. അതൊന്നും കേട്ടില്ല, കട്ടായി. ഇപ്പം ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായി, നമ്മള് കേട്ടില്ല, കട്ടായി. ഒന്നുകൂടെ പറയാം സാർ. ലാസ്റ്റ് ഇപ്പം കുറച്ച് പറഞ്ഞത് കേട്ടിട്ടില്ല, കട്ടായി പോയി. ക്ലിയർ ആയില്ല. ഓക്കെ. അല്ല, അത് വേറൊന്നുമില്ല. ഈ കോംപ്ലക്സിന്റെ കേസിൽ നമുക്ക് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ
ചിലപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് കാണാൻ പറയാം, അതേപോലെ ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു എൻഗേജ് ദ ക്ലച്ച് കാണാൻ വേണ്ടി പറയാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതെന്ന് വെച്ചാൽ അത് ഒരു 6 മാർക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് കോംപ്ലക്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് അവൈലബിൾ ആണ്. അഡീഷണൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തേ പറ്റും, ഡിക്ഷണറി ചെയ്ത് നോക്കണം. ജലാലയത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നല്ല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അതിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല അതിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. ഇത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ്. ഡാറ്റ മാനവരുടെ ഡാറ്റ ബുക്ക് സാധനങ്ങളുണ്ട്, അത് അഡീഷണൽ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് സോ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാം കംപ്ലീറ്റ് പ്രൊസീജിയർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു സാധനത്തിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല പരിപാടി അതിന്റെ ഒരു സിമ്പിൾ ഡയഗ്രാം ഒന്ന് വരച്ചിട്ട് ഒന്ന് നോക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നോട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു കോൺ ക്ലച്ച് ഉണ്ടാവുക അല്ലെ? ഓക്കെ, സോ ഒരു കോൺ ക്ലച്ചിനെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാ ഡയമെൻഷൻസും കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ? സോ ഇവിടെ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇപ്പൊ ടോർക്ക് ഇത് എത്രത്തോളം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ, ഫൈൻഡ് ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഇനീഷ്യൽ ഇൻപുട്ട് വാല്യൂസ് ആണ്. ഈ രണ്ട് സ്റ്റെപ്പുകൾ ഇത് ആദ്യം ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് തിങ്, ഓക്കെ, ഇതിന്റെ ആക്ച്വൽ കേസിലേക്ക് വരാം. തേർഡ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദ മീൻ ഡയാമീറ്റർ. ഓക്കെ, സെന്ററിലുള്ള മീൻ ഡയാമീറ്റർ കണ്ടെത്താനാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ മീൻ ഡയമീറ്റർ കണ്ടെത്താൻ എന്ത് ചെയ്യും? വൺസ് യു ഗെറ്റ് ദിസ് സ്മോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ മീൻ ഡയമീറ്റർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദിസ് റേഞ്ച് 5D. ഈ റിലേഷൻഷിപ്പ് കാണാം. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ട് യു ക്യാൻ ടേക്ക് ദ മീൻ ഡയമീറ്റർ വാല്യൂ. ഓക്കെ, മീൻ ഡയമീറ്റർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ലൈനിങ് ആണ് അതിന്റെ അടുത്തൊരു ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന രീതിയിൽ യു ഫൈൻഡ് ഔട്ട് ദ ആക്സിയൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കണ്ടെത്തുക. അത് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് റേഞ്ച് ആണെന്ന് കണ്ടെത്തുക. ഇഫ് ദാറ്റ് ഈസ് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് റേഞ്ച് അത് ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ സെലക്ഷനിലേക്ക് പോവാം. മെറ്റീരിയൽ സെലക്ഷനിൽ ഡിപ്പെൻഡിങ് അപ്പോൺ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് ദാറ്റ് മെറ്റീരിയൽ. ഒന്നും തന്നിട്ടില്ല എങ്കിൽ യു ക്യാൻ അസ്യൂം എനി മെറ്റീരിയൽ യു ക്യാൻ അസ്യൂം. ഓക്കെ, പ്രിഫറബിളി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ, സോ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആണ് കിട്ടുക. ഒന്ന് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, രണ്ടാമത് അതിന്റെ ആക്ട് ചെയ്യുന്ന മാക്സിമം പ്രഷർ. ഈ രണ്ട് പാരാമീറ്റർ ആണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഒരു ഫ്രിക്ഷൻ ലൈനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ. റൈറ്റ്, സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ the next step is to determine the yes, semicone angle, right? So semicone angle, if not given, you can take it as 12.5 degree. Coefficient of friction കിട്ടി, pressure act ചെയ്യുന്ന മനസ്സിലായി, mean diameter ആയി, alpha value കഴിഞ്ഞു. Okay, now ഇനി അടുത്തൊരു ഇമ്പോർട്ടൻസ് ആണ് ഇതിന്റെ ഫേസ് വിഡ്ത്ത് ആണ്. ഓക്കെ, എത്രയാണ് ഫേസ് വിഡ്ത്ത്? ഓക്കെ, ഫേസ് വിഡ്ത്ത് കാണാനാണ് നമുക്ക് അടുത്തൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ, പവറിന്റെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, മ്യൂ വാല്യൂ അറിയണം, പി വാല്യൂ ഒക്കെ അറിയണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ സെലക്ഷനിൽ ഈ ഇൻപുട്ട് വാല്യൂസ് എടുക്കുന്നത്. ഇവിടെ ഒരു എൻ വാല്യൂ ഉണ്ട്. എൻ എന്ന് പറയുന്നത് റവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ്, RPS ആണ്, വിച്ച് ഇസ് ആക്ച്വലി RPM ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇത്രയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ബി കിട്ടിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? യു നീഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്. ഓക്കെ, അത് സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ യു വിൽ ചെക്ക് ആൻഡ് സേ വെദർ ഇറ്റ് ഈസ് സേഫ് ഫോർ യു. ഓക്കെ, സോ വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ ടോപ്പ് എല്ലാ ഇൻപുട്ട് വാല്യൂസും ആയി അല്ലെ? അത് അല്ല കഴിഞ്ഞില്ല. കഴിഞ്ഞാൽ എന്ത് വേണം? ഔട്ടർ ഡയമീറ്റർ D2 കാണണം, ഇന്നർ ഡയമീറ്റർ D1 കാണണം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എൻറ്റയർ ഡയമെൻഷൻസ് കംപ്ലീറ്റ് ആയി അല്ലെ? സോ ഇത്രയും സ്റ്റെപ്പോട് കൂടി ഡയമെൻഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് സ്റ്റെപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഫൈൻഡിങ് ഔട്ട് ദ ടോർക്ക്, എത്രത്തോളം ടോർക്കിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നോർമൽ ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യും, ടാൻജൻഷ്യൽ ഫ്രിക്ഷൻ ഫോഴ്സ് എത്രത്തോളം വരും, അതുപോലെ ഇതിനെ എൻഗേജ് ചെയ്യാൻ ഞാൻ എത്ര അഡീഷണൽ ഫോഴ്സ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് കാണുന്നത്. ഓക്കെ, സോ അപ് ടു ദ 6th step you will be finding out the dimensions of the cone clutch, followed by
the top transmission capacity and the load acting on the. Okay, ഇത്രയാണ് ഇതിന്റെ procedure. Okay, I hope it is clear. Right. Hello. Hello. സൗണ്ട് കേട്ടായില്ല. ഹലോ ഹലോ. യെസ്, കേൾക്കുന്നില്ലേ? പ്രൊസീജിയർ ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങളിപ്പം ഇനി ചൊവ്വാഴ്ച വരെ നിങ്ങൾക്ക് ലീവാണ്. ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദയവായിട്ട് ഇത് ചെയ്യാം. ഈ സ്റ്റെപ്സ് ബേസിൽ മനസ്സിലാക്കണം. ആദ്യത്തെ 2 മൊഡ്യൂൾ കുറച്ച് ലെങ്തി ആണ്. ലെങ്തി മീൻസ് ഓരോന്നിന്റെയും പ്രോബ്ലം ചെയ്ത് പോകണമെങ്കിൽ കുറെ കാര്യങ്ങൾ വരും. 3rd 4th തൊട്ട് പെട്ടെന്ന് തീർന്നു പോകും. ഓക്കെ, അപ്പോ ആദ്യത്തെ ഈ ഒരു കേസിൽ ഇനി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിന്റെ ബ്രേക്ക് ഉണ്ട്. റൈറ്റ്. അപ്പോ നമുക്ക് സാധാരണ അല്ലാണ്ട് നമുക്ക് ന്യൂമറിക്കൽസും ചെയ്തിട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ന്യൂമറിക്കൽസ് സ്റ്റെപ്പ് കൊണ്ട് നിർത്തേണ്ടി വരും. ഇത് ചെക്ക് ചെയ്യാം. അപ്പോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ഇതേ പ്രൊസീജിയറിൽ ഡയറക്റ്റ് ആണ്, സിമ്പിൾ ആണ്. ഇന്റലിജൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടതൊന്നുമില്ല. ഈ പറഞ്ഞ പ്രൊസീജിയറിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, യുവർ ക്വസ്റ്റ്യൻ ഈസ് ഡിസൈൻ എ കോൺ ക്ലച്ച്. ഡിസൈൻ എ കോൺ ക്ലച്ച് to transmit 20 kilowatt of power at 900 rpm. Assume shear stress of 42 megapascal. Of 42 megapascal. That's it. Okay. Note here. ഡാറ്റാ ബുക്കിന്റെ ആ പേജസ് നിങ്ങൾക്ക് പിന്നെ അയച്ചു തരാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. Design a complex to transmit 20 kilowatt of power at 900 rpm, shear stress 42 megapascal. That's it. Okay.